ഇതാണ് നമ്മുടെ ഉമ്മർചാമ്പ. ഉമ്മർചാമ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു ചാമ്പ വെറൈറ്റിയാണ് ഉമ്മർചാമ്പ എന്ന് പറയുന്നത്. കാരണം ഇത് തായ്ലാൻഡിലെ ഒരു ചാമ്പ ഇനത്തിൽപ്പെട്ടാണ്. പക്ഷെ പണ്ട് നമ്മുടെ ഉമ്മർക്കയുടെ കയ്യിൽ വന്നതിന് ശേഷം പിന്നീട് ഇതിന്റെ യഥാർത്ഥ പേര് ആർക്കും അറിയാണ്ട് പോയി. അവസാനം ഇപ്പൊ ഉമ്മർചാമ്പ എന്ന പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ഏറ്റവും ടേസ്റ്റ് കൂടിയ ഒരു ചാമ്പ വെറൈറ്റിയാണ് ഉമ്മർചാമ്പ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ തൈ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നോക്കി കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇത് കട്ട് ചെയ്ത്, കാരണം ഇതിപ്പോ നമുക്ക് തൈ പിടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പം ഇത്രയും ചെറിയൊരു തൈക്ക് നമ്മൾ 500 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ്. പക്ഷെ നല്ലൊരു മുതലാണ് ഈ സാധനം. അത്രയും ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കരിമ്പിന്റെ ടേസ്റ്റാണ് പറയുന്നത്. കരിമ്പിന്റെ നീര് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഈ ചാമ്പയ്ക്കുള്ളത്. അതായത് ഇതിന്റെ കായ്ക്ക് അതേപോലെ ഒരു കായ്ക്ക് 200 ഗ്രാം വലിപ്പം വരും. നല്ലൊരു ചാമ്പ വെറൈറ്റിയാണ് ഉമ്മർചാമ്പ. ഏകദേശം ഇത് വെച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിറച്ച് നോക്കി, അതിന്റെ ഉള്ളു കാണാത്ത പോലെ അതിന്റെ ഹൈറ്റ് നോക്കി, നല്ല ഹൈറ്റിലേക്ക്, ഏകദേശം 2 ആൾ മേലെ ഹൈറ്റിലേക്ക് ഇത് വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് മെയിനായിട്ട് വെള്ളമാണ് ഏറ്റവും മെയിനായിട്ട്. ചാമ്പ ഇനത്തിൽപ്പെട്ട എല്ലാ ചാമ്പയ്ക്കും വെള്ളമാണ് മെയിനായിട്ട് വേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചാണപ്പൊടി അങ്ങനത്തെ വളമൊന്നും കൊടുത്തിട്ടില്ല. ഏറ്റവും കൂടുതൽ കൊടുത്തത് അടുക്കള കമ്പോസ്റ്റും പിന്നെ വെള്ളം നിർബന്ധമാണ്. നന്നായിട്ട് നനച്ചു കൊടുക്കുക. രാവിലെയും വൈകുന്നേരം നനച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണല്ലേ. ഇതിന്റെ ഇലയൊക്കെ നോക്കി ഒരു കീടബാധ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയിൽ നിൽപ്പുണ്ട്. ഇത് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് കാറ്റ് കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കൊമ്പുകളൊക്കെ ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഈ കംപ്ലീറ്റ് കൊമ്പും കൊത്തിക്കളഞ്ഞു, കാരണം കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പം ഇതിന്റെ മെയിൻ തണ്ടിന് നല്ല ഒരു വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കാറ്റ് പിടിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ കൊമ്പും കോതി കൊടുത്തിട്ട്, കൊമ്പ് കോതലൊക്കെ ചെയ്തിട്ട്, പ്രൂണിങ് എന്നൊക്കെ പറയും, അങ്ങനെ ചെയ്ത് നമ്മളിങ്ങനെ ആക്കി എടുത്തേക്കുന്നതാണ്. വളരെ പ്രതിരോധശേഷിയുള്ള ഒരു ചാമ്പ വെറൈറ്റിയാണ് ഉമ്മർചാമ്പ എന്ന് പറയുന്നത്. വീട്ടില് ഒരു ചാമ്പ നിർബന്ധമായിട്ടും വെക്കണം. നിങ്ങളൊരു പഴപ്രേമി ആണെങ്കിൽ ഒരു വീട്ടിൽ ഒരു ചാമ്പ നിർബന്ധമാണ്. അതിൽ ഏറ്റവും നല്ല ചാമ്പ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഉമ്മർചാമ്പ തന്നെയാണ്. നമുക്കിത് നിലവിൽ കാ കിട്ടിയിട്ടില്ല. നമ്മൾ കാ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഒരു സൂത്രപ്പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മോതിരവള ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കായ്ക്കുന്നില്ലെങ്കിൽ അപ്പൊ നമ്മൾ കൊണ്ടുവച്ചിട്ട് കായ്ക്കാനായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ 1.5 വർഷം ആയേ ഉള്ളൂ. 1.5 വർഷം ആകുന്നേ ഉള്ളൂ, ആകുന്നേ ഉള്ളൂ. ഈ 1.5 വർഷത്തിനുള്ളിൽ മണ്ണിൽ വെച്ചോണ്ട് ഇത് വളരാനായിരിക്കും കൂടുതൽ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് മുകളിലേക്ക് വളർന്നു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടി, ഇതിന്റെ ഒരു കാ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു മോതിരവള ഇട്ട് കൊടുത്തു. ആ മോതിരവള വേറെ ഒരു കൊമ്പിലും കായില്ല. നമ്മൾ ആ മോതിരവളം ഒരു കൊമ്പിൽ ഇതിന്റെ ഉള്ളിലേക്കൊന്നും നോക്കാൻ പോലും പറ്റില്ല, അത്ര അധികം ടൈറ്റ് ആയിട്ട് കൊമ്പുകളൊക്കെ നോക്കി. ഇതുണ്ടോ, ഇവിടെ ഇതേപോലെ കാ പിടിച്ചിട്ടുണ്ട്. വേറെ ഒരു കൊമ്പിലും കായില്ല. ഇത് മൊട്ട ഇട്ടിട്ടുണ്ട്. വേറെ എവിടെയും കായോ ഒന്നും പിടിച്ചിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാന്ന് വെച്ചാൽ അത്ര അധികം തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇവിടത്തേക്ക് കുറേ കൊമ്പുകൾ പൊട്ടിപ്പോയായിരുന്നു. നമ്മൾ പിന്നെ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ പോലും പറ്റില്ല, അത്ര അധികം തിക്കായിട്ട് വളർന്നുണ്ട്. നമ്മളിവിടുത്തെ വെള്ളം മാത്രമാണ് മെയിനായിട്ട് കൊടുത്തത്. അതാണ് ഏറ്റവും ചാണകപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ അടുക്കള കമ്പോസ്റ്റും വെള്ളവും നന്നായിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു കാ പിടിക്കാനുള്ള കണ്ട മോതിരവളയും നമ്മൾ ഈ ഒരു കൊമ്പിൽ ഇങ്ങനെ ഒരു മോതിരവള ഇട്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കൊമ്പിൽ മാത്രം നമുക്ക് ആ ഒരു മുട്ടിട്ട് കാ പിടിക്കാൻ തുടങ്ങിയത്. വേറെ ഒരു കൊമ്പിലും നമുക്ക് ഫ്രൂട്ട്സിന്റെ മുട്ടുകളോ പൂക്കളോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഇതൊന്ന് പരീക്ഷിച്ചായിരുന്നു, കാണിച്ചു തരാം. അത് വേറൊരു മരത്തിൽ അരിനെല്ലി എന്ന് പറയാം കേട്ടോ. അരിനെല്ലിക്ക് ഇവിടെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്, കുറേയുണ്ട്. അപ്പൊ ഈ അരിനെല്ലി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അല്ലേ, നിറച്ച് പിടിച്ച് കിടക്കുന്നുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഈ ഒരു മരത്തിൽ നമ്മൾ ഇത് കൊണ്ടുവച്ചിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മളൊരു മോതിരവള ഇട്ട് കൊടുത്തായിരുന്നു. പക്ഷെ ആ മോതിരവളയും കുറച്ച് വലുതായിപ്പോയി. അതുകൊണ്ട് ഈ കൊമ്പ് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന്, ഇതിന്റെ തന്നെ വേറൊരു കൊമ്പിൽ നിന്ന് ഒരു തൊലി കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് ജോയിന്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഒരിക്കലും കരിഞ്ഞു പോവില്ല, ഉണങ്ങിപ്പോവില്ല, ജോയിന്റ് ആയിട്ടുണ്ട്. അപ്പൊ വേറെ കൊമ്പിലൊന്നും അരിനെല്ലിക്ക പിടിച്ചിട്ടില്ല. അപ്പം നമ്മളിത് ഏറ്റവും മെയിൻ തണ്ടിന്ന് ഇവിടെ നിന്നാണ് ആ മോതിരവളം കൊടുക്കുന്നെങ്കിൽ എല്ലാ കൊമ്പിലും ഇതേപോലെ പിടിക്കും. ഉമ്മർചാമ്പയ്ക്കും
മൊത്തത്തിലൊരു മോതിരവളയം നമ്മൾ കൊടുക്കാൻ പോവാണ്. കാരണം ഇപ്പം ഒരു കൊമ്പിൽ മാത്രമേ കൊടുത്തുള്ളായിരുന്നു. അതെങ്ങനെയാവുന്ന നമുക്ക് ഉറപ്പില്ലായിരുന്നു. ഓരോ മരത്തിനും ഓരോ വ്യത്യസ്ത രീതി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ചാമ്പയ്ക്ക് ഒരു കൊമ്പിൽ മാത്രമേ കൊടുത്തുള്ളായിരുന്നു. ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞൊരു ചാമ്പയ്ക്ക്, ഈ ഒരു ചാമ്പയ്ക്ക് ഒരു കൊമ്പിൽ മാത്രമേ കൊടുത്തുള്ളായിരുന്നു. അതിപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈ ഒരു തടിയിൽ ഒരു മോതിരവള ഇടാൻ പോവാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇത് കായ്ക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതെങ്ങനെ ഇടേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫുള്ള് റൗണ്ടിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു റൗണ്ട് തൊലി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു മോതിരത്തിൻ്റെ ഒരു അളവ്, അല്ലെങ്കിൽ ഈ ഒരു അളവ്, ചെറിയൊരു അളവ്, കാരണം പിന്നീട് ഇത് വന്നിട്ട് ജോയിൻ്റ് ആകണം. ഇനി ജോയിൻ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വേറെ എവിടുന്നേലും ഒരു തൊലിയുടെ കഷ്ണം റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് വലിപ്പം കൂടുതലാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് പൊട്ടിച്ച് വെച്ചാൽ മതി. ഒരു അര ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മളിത് കൊടുക്കുന്നത്. രണ്ട് സ്ഥലത്ത് മുകളിലും താഴെ നമ്മളിത് വരഞ്ഞു, തടിയിൽ മുട്ടുന്ന കണക്കിന് വരയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അത് പൊളിച്ച് കളയണം. ഇങ്ങനെ പൊളിച്ച് കളയുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ, ഒരു വിഷമമൊക്കെ ഉണ്ടാവും, ഇതിന് കരിഞ്ഞു പോവോ, കാരണം ഇത്രയും കഷ്ടപ്പെട്ട്. പക്ഷെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കലും ഇത് ഉണങ്ങി പോവോ, ഒന്നും സംഭവിക്കില്ല. ആ തൊലി കംപ്ലീറ്റ് അവിടെ നിന്ന് പോയിരിക്കണം. അതാണ് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. തൊലി ഒട്ടും അവിടെ ബാക്കി ഉണ്ടാകാൻ പാടില്ല. ഇതിങ്ങനെ കണ്ടോ, നമ്മൾ കംപ്ലീറ്റ് തൊലി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫുള്ളായിട്ട് ഇങ്ങനെ വളയിട്ട് കൊടുക്കുക. നമ്മൾ ഇതിന് മുമ്പ് ഇങ്ങനെ കൊടുത്തൊരു ശേഖരമാണ്. ഇത് കണ്ടോ, ഇതിന് മുമ്പ് ഇങ്ങനെ കൊടുത്തതാണ്. ഇതിപ്പം ജോയിൻ്റ് ആയി. കണ്ടോ, ഇങ്ങനെ തൊലി ഇങ്ങനെ വളർന്നത് ജോയിൻ്റ് ആവും. കണ്ടോ, ഇവിടെ ജോയിൻ്റ് ആയിട്ടുണ്ട്. ആ ഒരു കൊമ്പിലാണ് നമുക്ക് ആ ഒരു കാ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് മെയിൻ തണ്ടായതുകൊണ്ട് മുകളിലേക്കുള്ള എല്ലാ ശീലങ്ങളിലും കായ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ ഇതിപ്പം കായ്ക്കാനുള്ള ടൈം ആയിട്ടില്ല, എന്നാലും നമ്മൾ കുറച്ച് നേരത്തെ കായ്പ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ 1 വർഷമോ 1.5 വർഷം 2 വർഷമോ അതിന് മേലേക്കോ ഏതെങ്കിലും ഒരു മരം കായ്ക്കാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയോ, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരു സ്പേസ് ഒരു ചാമയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു സ്പേസ് ഉമ്മർ ചാമ്പയ്ക്ക് വേണ്ടി കൊടുക്കുക. ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ഉമ്മർ ചാമ്പ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു നഴ്സറിയിൽ നിന്ന് ഒരു ഉമ്മർ ചാമ്പയുടെ തൈ വാങ്ങിച്ചു വെക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പുതിയൊരു ചാനലാണ്. പ്ലീസ് സബ്സ്ക്രൈബ്.